വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് കുറച്ച് എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഓഡിയൻസ് ഉപ്പും മുളകിന് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ വ്യൂസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്ന എപ്പിസോഡ്സിൻ്റെ വ്യൂസിനും അതിന് മുമ്പുള്ള എപ്പിസോഡ്സിൻ്റെ വ്യൂസിനൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ഒരു 24 മണിക്കൂറിനുള്ള ഓൾമോസ്റ്റ് ഒരു 7 ലക്ഷം 8 ലക്ഷം അടിക്കുന്ന ഉപ്പും മുളകും ഇപ്പോൾ വെറും 5-6 ലക്ഷമാണ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു കുറവിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പിസോഡ്സ് കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഉപ്പുമുളകിൽ പുതിയൊരു ഗസ്റ്റ് റോൾ ആരും തന്നെ വരുന്നില്ല എന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിദ്ധുവിനെയോ മുടിയനെയോ അല്ലെങ്കിൽ പഴയ ക്യാരക്ടേഴ്സിനെ ആരെങ്കിലും ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എൻഗേജിങ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുതിയ ക്യാരക്ടേഴ്സിന് ഇപ്പോൾ നമ്മൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന പുതിയ ക്യാരക്ടേഴ്സ് വരുന്നത് ചിലപ്പോൾ ഓണത്തിന് വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് എന്ന രീതിക്ക്. ഓണത്തിന് ഉറപ്പായിട്ടും ക്യാരക്ടേഴ്സൊക്കെ എല്ലാവരും വരും. അതായത് ഫുൾ ഫാമിലി എപ്പിസോഡ് തന്നെയായിരിക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ. പക്ഷേ ഇതുപോലത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സിദ്ധുവോ മുടിയനോ വരുമോ എന്ന് വെച്ചാൽ ഡൗട്ടാണ്. സിദ്ധുവോ മുടിയും വരാൻ ചാൻസസ് വളരെ കുറവാണെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു റീ എൻട്രി എന്ന് പറയുന്നത് സീസൺ 1 മുതൽ, അല്ലെങ്കിൽ സിദ്ധുവിൻ്റെയൊക്കെ സീസൺ 1 മുതൽ കാത്തിരിക്കുന്ന ഒരു റീ എൻട്രിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ, അത് ഓൾമോസ്റ്റ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ്. അതിനൊരു വേറൊരു ബൂസ്റ്റ് അപ്പ് ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ ഓണം പോലെ തന്നെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാക്കി മാറ്റാനായിട്ട് സിദ്ധു എന്നൊരു ക്യാരക്ടർ വരുന്നൊരു എപ്പിസോഡ് മതി. അതുകൊണ്ട് തന്നെ ഓണത്തിന് സിദ്ധു വരാൻ ചാൻസസ് ഇല്ല. സിദ്ധുവിൻ്റെ റീ എൻട്രി വേറൊരു എപ്പിസോഡിലോട്ടായിരിക്കും. ഓണത്തിന് ബാക്കി എല്ലാ ഫുൾ ഫാമിലി, അതായത് പടവലത്ത് നെയ്യാറ്റിൻകര ഇവരെല്ലാ ക്യാരക്ടേഴ്സും തിരിച്ചു വരുന്നതായിരിക്കും. സിദ്ധുവിൻ്റെ റീ എൻട്രി ഒരു നോർമൽ എപ്പിസോഡായിരിക്കും. പക്ഷേ അതിന് വേറെ ലെവലിൽ ഹൈപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഷുവറാണ്. അതായത് ഇപ്പോൾ ശ്രീകുട്ടനും ബാലും എല്ലാവരും ഉള്ള ഒരു സാഹചര്യത്തിൽ സിദ്ധു എന്നൊരു കഥാപാത്രം കൂടി വന്നു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഇവരുടെ 3 പേരുടെയും കോംബോ വേറെ ലെവലിലായിരിക്കും. സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് തന്നെ വന്നു കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഇതുവരെയും ഇത് മലയാള സിറ്റ്കോമിൽ വന്നതിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോംബോ നമുക്ക് ഇവർ 3 പേരിൽ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബാലുവും ശ്രീകുട്ടനും തമ്മിൽ അത് ഭയങ്കര കോംബോ ആണ്. നമുക്കറിയാം സീസൺ 1 മുതൽ ഇവർ രണ്ടുപേരുടെയും ആ ഒരു ബോണ്ടൊക്കെ അടിപൊളിയാണ്. അത് ഇതുവരെ ഈ ഒരു 8 കൊല്ലമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് വന്നെങ്കിൽ പോലും അപ്പോൾ ഇവർ രണ്ടുപേരും ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് സിദ്ധു എന്നൊരു കഥാപാത്രം കൂടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്രഷ് ആയിട്ടുണ്ടാവും. അതിനുവേണ്ടി തന്നെയാണ് ഫുൾ ആരാധകരും കാത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, ഓണത്തിന് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിക്ക് ഇപ്പോൾ ചാൻസസ് വളരെ കുറവാണ്. അത് വേറൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു എപ്പിസോഡിലോട്ടായിരിക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ റീ എൻട്രി ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സിദ്ധു ഇല്ലാതെ തന്നെ ഓണം എപ്പിസോഡ് കളറാകുമെന്നുള്ള കാര്യം ഷുവറാണ്. ഇനി ഓൾമോസ്റ്റ് 1 മാസം കൂടെയുള്ളൂ ഓണം സ്പെഷ്യൽ എപ്പിസോഡൊക്കെ വരാനായിട്ട്. അതിന് മുമ്പ് തന്നെ സിദ്ധുവിൻ്റെ റീ എൻട്രി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി കുറച്ച് പേര് ചോദിച്ച് സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളായിരിക്കുമോ അല്ലെങ്കിൽ പുതുമുഖമായിരിക്കുമോ എന്ന്. അത് ഇതുവരെയും തീരുമാനം തന്നെ ആയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷനും തന്നെ കിട്ടിയിട്ടില്ല. സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകുമ്പോൾ അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.